ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഴയ്ക്ക കൊണ്ട് നല്ല രുചിയുള്ള എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഈ വലിപ്പത്തിലുള്ള 2 വാഴയ്ക്കയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത ശേഷം ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരു സ്റ്റീമറിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും ഈ ഒരു വാഴയ്ക്കല്ലേ ഇതൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടയ്ക്കൊന്ന് പോവാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയി കഴിഞ്ഞാൽ ഈ ഒരു തൊലിയില്ലേ ഇതിങ്ങനെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വാഴയ്ക്കല്ലേ ഇത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. പക്ഷേ ഞാനിവിടെ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. തൈ മുറിച്ചെടുത്തിട്ടുള്ള വാഴയ്ക്കൊക്കെ അല്ലേ ഇതിനെ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഈ സമയം 1 കപ്പ് പാൽ തന്നെ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് അരഞ്ഞു കിട്ടാനായിട്ട് പാകത്തിനുള്ള പാലാണ് ചേർക്കേണ്ടത്. കുറച്ച് കൂടുതലായിട്ടൊന്നും പാൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ തയ്യാറാക്കണത് ഈ ഒരു വാഴയ്ക്ക കൊണ്ടുള്ള ഹൽവയാണ്. അതിനായിട്ടാണിത് മിക്സിയിൽ അരച്ചെടുത്തത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വാഴയ്ക്കയുടെ ഈ ഒരു കൂട്ടുകൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. 1-2 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിയും കൂടെ ചേർക്കാം. ഇത് മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർത്തിയത്. നിങ്ങൾ എടുക്കുന്നത് മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പാനിയാക്കി എടുത്തിട്ട് അരിച്ചിട്ട് ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ ഈ ഒരു അളവിലാണ് ശർക്കരപ്പൊടിയൊക്കെ ചേർക്കണതെങ്കിൽ മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ശർക്കരപ്പൊടി ചേർത്തോളൂ. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ശർക്കര മുഴുവനും അലിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് പാനിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ടാവും. ഇതുപോലെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട് ആകെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും കശുവണ്ടിയും ഇതുപോലെ അരിഞ്ഞെടുത്തതും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ചേർക്കണ നട്ട്സിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഈ സമയം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്താലും നല്ലതാണ്. ഇനിയൊരു 2-3 മിനിറ്റ് നേരം കൂടെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഇത് പാനിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വിട്ട് വരുന്ന ഒരു പാകം ആയിട്ടുണ്ടാവും. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കാണാനായിട്ടുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാഴയ്ക്ക കൊണ്ടുള്ള ഈ ഒരു ഹൽവ. ഈ ഒരു ഹൽവ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാവും. ഇത് വാഴയ്ക്കൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുക പോലുമില്ല. അപ്പോൾ വാഴയ്ക്കൊക്കെ വെച്ചിട്ട് ഈ രീതിയിൽ ഹൽവയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്